ഇന്നിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന കൃപാസന അമ്മയ്ക്കും ഈശോമിശിഹാ തമ്പുരാനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ന. ഞാൻ വയനാട് പാടിച്ചിറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ 1.5 വർഷമായിട്ട് വിദേശത്തേക്ക് ജോലിക്കായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഡിയോളജിസ്റ്റായിട്ട് ഇവിടെ കാലിക്കറ്റ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1.5 വർഷം മുന്നേ UK HCPC എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ ഒരു കുറേ മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഒരു 1.25 ലക്ഷത്തോളം രൂപയൊക്കെ വന്നു. അപ്പം കടം മേടിച്ചിട്ടൊക്കെയാണ് ആ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സീനിയേഴ്സൊക്കെ ആണെങ്കിലും ഈ രജിസ്ട്രേഷൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അവരൊക്കെ കയറിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പം ഞാനും ആ ഒരു പ്രതീക്ഷയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1.5 വർഷമായി ഞാൻ ഒരു 500-ൽ പരം ജോബ് വേക്കൻസിയിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഇവിടുന്ന് ഒരു റെസ്പോൺസ് ഇല്ല. ഈ വിസ സ്പോൺസർഷിപ്പ് ലഭിച്ചാൽ എനിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ജോബൊന്നും വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതല്ല. എന്നാലും ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോബ് ഓഫർ വന്നു. ലൈക്ക് ഇൻ്റർവ്യൂ ഒന്നുമില്ല, ജസ്റ്റ് അവരെന്നോട് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത് മെഡിക്കലിൻ്റെ ടെസ്റ്റൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറയുകയാണ്, അവരെന്നോട് ചോദിക്കുകയാണ് സ്പോൺസർഷിപ്പ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പം സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ കയറി വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ പല തടസ്സങ്ങളായിരുന്നു എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു, ഇൻ്റർവ്യൂവിലൊന്നും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഈ 2024 ഞാനൊരു 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് സീനിയർ ഓഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ഷോർട്ട് ലിസ്റ്റ് ആയിട്ട്. പക്ഷേ അത് 3 എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ മെയ് മാസം ഒരു ഇൻ്റർവ്യൂ കൂടി ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ അന്ന് തന്നെ റിസൾട്ട് വന്നു, ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു, കാരണം 1 വർഷത്തോളമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ ജോബ് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് എംപ്ലോയറിൻ്റെ മെയിൽ വരികയാണ്, ജോസ്നയ്ക്കുള്ള HCPC ഈ ഹോസ്പിറ്റൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ AHCS എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ചെയ്യണം, അത് വിസ പ്രോസസ്സിങ് ആകുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു, സങ്കടമായി. കാരണം ഈ രജിസ്ട്രേഷൻ തന്നെ കുറേ നാളെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഇത്രയും പൈസ. അപ്പോൾ ഒരു പുതിയൊരു രജിസ്ട്രേഷനും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും ഞാൻ ഓക്കെ ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആർക്കും തന്നെ വലിയ പരിചയമില്ല ഈ രജിസ്ട്രേഷനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് UK ആൾ പറഞ്ഞു, ഇത് കുറച്ച് ടാസ്ക്കാണ്, ഇതൊരു നൈറ്റ് മെയർ ആണ്, ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നീ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിസ സ്പോൺസർഷിപ്പ് വന്നു. അപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ 3 മാസത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ ഈ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു 3 മാസമായി. 3 മാസം ലൈക്ക് എനിക്കൊരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ വിസ സ്പോൺസർഷിപ്പ് വരികയാണ്. അപ്പോഴും എൻ്റെ രജിസ്ട്രേഷൻ പെൻഡിങ്ങിലാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷന് കുറേ കടമ്പകളുണ്ട്. ലൈക്ക് ഞാൻ ഇന്ത്യയിൽ പഠിച്ചത് കാരണം ഈ രജിസ്ട്രേഷൻ എലിജിബിൾ ആകാൻ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റേജ് അപ്രൂവ് ആവണം. അതിനുശേഷം പോർട്ട്ഫോളിയോ സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം എനിക്ക് മെയിൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണെങ്കിലും കുറേ മാസങ്ങളെടുക്കും. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ എനിക്ക് വിസ സ്പോൺസർഷിപ്പ് വന്നു. 3 മാസം വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്പോൺസർഷിപ്പ് തീരുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, അതായത് സെപ്റ്റംബർ 20-ാം തീയതി. അപ്പോൾ സെപ്റ്റംബർ 1-ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 2-ആഴ്ച മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ സെപ്റ്റംബർ 1-ന്, അതായത് 2024 സെപ്റ്റംബർ 1-ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗം ഇതായിരുന്നു, എനിക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ എനിക്ക് കിട്ടണം. പിന്നെ എൻ്റെ ഓൾറെഡി എനിക്കുള്ള രജിസ്ട്രേഷൻ അവരൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് കയറിപ്പോകാമല്ലോ. എനിക്ക് ഈ വർഷം തന്നെ കയറിപ്പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. എന്നിട്ട് സെപ്റ്റംബർ 20-ന് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. സാധാരണ എല്ലാവരും വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ പെട്ടെന്ന് വരണേന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിസ നല്ലോണം ലേറ്റ് ആയിക്കോട്ടെ, എനിക്ക് ലേറ്റായിട്ട് വിസ വന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് ഈ രജിസ്ട്രേഷൻ ഡിലേ ആയത് കാരണം വിസ പെട്ടെന്ന് വന്ന് അതിൻ്റെ വാലിഡിറ്റിയും പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെപ്റ്റംബർ 20-ന് ഞാൻ അപ്ലൈ ചെയ്തു. സെപ്റ്റംബർ 30-ന് എൻ്റെ വിസ വന്നു. ഒരാഴ്ച കൊണ്ട് എൻ്റെ വിസ വന്നു. അപ്പം ഞാൻ വിസ കളക്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനിങ്ങനെ ചോദിക്കണം, എന്തിനാ ദൈവം എനിക്ക് ഇത്രയും പെട്ടെന്ന് വിസ തന്നെ, എൻ്റെ രജിസ്ട്രേഷൻ ഒന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ. അപ്പം ഞാൻ വിസ കളക്ട് ചെയ്തു. വിസ എനിക്ക് അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ എംപ്ലോയർക്ക് മെയിൽ അയക്കുകയാണ്, എൻ്റെ വിസ വന്നു, പക്ഷേ എൻ്റെ രജിസ്ട്രേഷൻ ഒന്നും ആയിട്ടില്ല, അത് പെട്ടെന്ന് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ ടൈമിലും എൻ്റെ രജിസ്ട്രേഷൻ ഒരു ഫസ്റ്റ് സ്റ്റേജ് പോലും ഒന്നും ആയിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 1-ാം തീയതി, അതൊരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ കൃപാസനത്തിലെ ധ്യാനം മുടങ്ങാണ്ട് കൂടുന്ന ഒരാളാണ്.
അപ്പോൾ ഈ ആരാധന സമയം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം നമുക്കൊരു 1:15 തൊട്ട് 1:30 വരെ ആരാധനേൻ്റെ സമയമാണല്ലോ. അപ്പം 30-ാം തീയതി ഞാൻ എംപ്ലോയർക്ക് മെയിൽ അയച്ചു. അടുത്ത ദിവസം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 1:15 കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, ഇനി മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾ അച്ഛൻ പറയാത്ത കാര്യങ്ങളൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുള്ളൂ, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, എൻ്റെ HCPC ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കയറിപ്പോകല. അവർ നോയാണ് പറയുന്നത്, അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തീർത്തും പറഞ്ഞതാണ്. അപ്പം ഈശോയ്ക്കും മാതാവിനും സാധ്യമാണെല്ലാം. അപ്പം അതൊരു യെസ് ആയി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, എനിക്ക് ഈ വർഷം തന്നെ പോകാമായിരുന്നല്ലോ എന്ന് വെച്ചാൽ ഞാനത് പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുകയാണ്, ജോസ്നയുടെ HCPC അക്സെപ്റ്റ് ചെയ്യും, ജോസ്ന ജസ്റ്റ് എംപ്ലോയി ടീമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാമെന്ന്. അപ്പോൾ അത് മെയിൽ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. അവർ കുറേ മാസങ്ങൾക്ക് മുന്നേ അവിടെ ഒരു മലയാളി ഓഡിയോളജിസ്റ്റും ഉണ്ട്. അപ്പോൾ ആ ചേച്ചിയാണെങ്കിലും പറഞ്ഞു, ജോസ്ന ഈ ഹോസ്പിറ്റലിൽ HCPC അക്സെപ്റ്റ് ചെയ്യത്തില്ല, AHCS തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചിക്കൊന്നും ഇതിൻ്റെ പ്രൊസീജിയർ അറിയത്തില്ല. കാരണം ഈ 2024 ആയപ്പോഴത്തേക്കും കുറേ അപ്ഡേഷൻസ് വന്നു. പണ്ടില്ലാതിരുന്ന പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞു വന്നു. അതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതൊക്കെ അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്രൂവ് ആകുമോ എന്നുള്ള പേടി വരെ എനിക്കുണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂ പാസ്സായിട്ടും ജോബ് ഓഫർ വന്നിട്ടും ജോലി ലഭിക്കുന്നില്ല എന്നുള്ള, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ നിന്നത്. അങ്ങോട്ടേക്കും ഇല്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം അന്ന് ആരാധന കഴിഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ് എംപ്ലോയറിൻ്റെ, ജോസ്നയുടെ HCPC അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പം അവർ കൺഫേം ചെയ്തു പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഞാൻ എൻ്റെ ചാച്ചനൊക്കെ പറയും, നിൻ്റെ മാതാവ് ഭയങ്കര ഒരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്. കാരണം ഞാൻ അതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഇവരെല്ലാവരും കണ്ടതാണ്. കാരണം 1.5 വർഷമായിട്ട് ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എല്ലാവരും എന്നോട് ചോദിക്കും, വീട്ടുകാർ ചോദിക്കും എന്തായെന്ന്, കൂട്ടുകാർ ചോദിക്കും, ബന്ധുക്കളൊക്കെ ചോദിക്കും. അപ്പോൾ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ സെപ്റ്റംബർ 1 ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ, അതായത് 1.5 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്ത് 1 മാസത്തിനുള്ളിലാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. ഞാനങ്ങനെ ഡിസംബർ 3 ഞാൻ പോവുകയാണ്, ടിക്കറ്റ് എടുത്തു. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അൾത്താര സംഘത്തിലൊക്കെ അൾത്താരവാലികയൊക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ ഡെയിലി പള്ളിയിൽ പോകും. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കും. അതിനുശേഷം എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. എന്നാലും ഞാൻ പ്രാർത്ഥന കൈവെടിയുന്നില്ല. എന്നാലും പണ്ടത്തെ ആ ഒരു ഈശോയുമായിട്ട് മാതാവായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റങ്ങളാണ്. ഞാൻ ജപമാലയൊക്കെ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ കൊന്ത ചെല്ലുന്നത്. അപ്പോൾ ഈ 5 രഹസ്യങ്ങളായിട്ടൊന്നും ചെല്ലും. 5 രഹസ്യം ഏതൊക്കെയാണെന്ന് ചെല്ലിയിട്ട് അതിന് പകരം ഒരു സ്വർഗ്ഗസ്നാപിതാവും 10 നന്മ നിറഞ്ഞോരെയും ചെല്ലിയിട്ട് നിർത്തുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു 4-5 ജപമാലയൊക്കെ ഒരു ദിവസമൊക്കെ ചെല്ലും. അച്ഛൻ്റെ ധ്യാനം മുടങ്ങാണ്ട് കൂടും. പിന്നെ പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അകലെയായിരുന്നു പള്ളി. അതാണ് എനിക്ക് ഡെയിലി പള്ളി പോകാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു. ഇപ്പം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇപ്പം എൻ്റെ നാട്ടിലാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഡെയിലി പള്ളി പോകുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചാരിറ്റിയിലോട്ട് ഫണ്ട് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാനുള്ള പൈസ ഒരാൾക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ കൃപാസനം പത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പത്രം മേടിച്ചപ്പോൾ ഞാൻ അടുത്ത ദിവസം എൻ്റെ ഇടവകയിൽ പോയിട്ട് ആ പള്ളിയിലുള്ള എല്ലാവർക്കും കൃപാസന പത്രം കൊടുത്തു. അവരോടൊന്നും പറയണ്ട, അവർക്കൊക്കെ അറിയാം, എല്ലാവരും മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ അങ്ങനെയല്ല വേണ്ട, നമുക്ക് ഈശോനെ അറിയാത്തവരിലോട്ട് നമ്മൾ അറിയിക്കുകയാണല്ലോ വേണ്ട, അതാണല്ലോ പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ അടുത്ത തവണ ഞാൻ പത്രം മേടിച്ചപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്, ഞാൻ കാലിക്കറ്റ് രാമനാട്ടുകരയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള അക്രൈസ്തവരായിട്ടുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി പറഞ്ഞ് തന്നെ ഞാൻ പത്രം കൊടുത്തു. പിന്നെ ഇപ്പം എനിക്ക് ഈ കിട്ടിയ അനുഭവം ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരോട് ഞാൻ പറയും, എനിക്ക് കൃപാസനത്തിൽ ചെന്നതിന് ശേഷമാണ് ഈ അത്ഭുതം, എനിക്ക് ജോബ് റെഡിയായത്. അങ്ങനെ ഇപ്പം ഇന്ന് എൻ്റെ ഒരു കസിൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, എൻ്റെ മമ്മി വന്നിട്ടുണ്ട്. മമ്മിയൊക്കെ ഉടമ്പടിയിലാണ്. അപ്പം മമ്മി എന്നോട് പണ്ടോട്ടേ ഉടമ്പടീനെ പറ്റി പറയുമായിരുന്നു, എങ്കിലും ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ പറയുന്ന അന്ന് മെയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എൻ്റെ HCPC എനിക്ക് ഓൾറെഡി ഉള്ള രജിസ്ട്രേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അന്ന് തന്നെ കയറിപ്പോകാമായിരുന്നു. പക്ഷേ മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടം ഇതായിരിക്കും, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അവരുടെ ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയാണ്, ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. ഡിസംബർ 1 തീയതി ആകുമ്പോഴാണ് പൂർത്തിയാവുന്നത്. അപ്പം അതിനുള്ളിൽ തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ലഭിച്ചത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി.